ഏറെ ആദരണീയനായ ശ്രീ ജോയ് ആലൂക്ക, ബഹുമാന്യരെ, ഞാൻ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തിട്ടുള്ള പേരുകളിലൊന്നാണ് ശ്രീ ജോയ് ആലൂക്കയുടേത്. പണ്ട് മുതലേ കേരളത്തിലുള്ള കടകൾ അതിൻ്റെ ഉടമസ്ഥൻ താക്കോലുമായി വരും. ആ താക്കോല് കട തുറക്കാനായിട്ടുള്ള ആളെ ഏൽപ്പിക്കും. അകത്ത് കയറും, കച്ചവടം തുടങ്ങും. വൈകുന്നേരം കട അടച്ച് താക്കോല് വാങ്ങി പോകുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു 70കളും 80കളും. ജോയ് ചേട്ടനാണ് കേരളത്തിൽ ആ രീതിക്കൊരു മാറ്റം കൊണ്ടുവന്നയാൾ. അദ്ദേഹം ഒരു കടയിലും പോകാറില്ല. ഒരു കടയ്ക്ക് പകരം 2 കട, 2-ന് പകരം 4, 4-ന് പകരം 40, ഇന്ന് ഏകദേശം 200ഓളം കടകൾ, ജ്വല്ലറി ഷോപ്സ്, ഏറ്റവും വിലയുള്ള ഉൽപ്പന്നം വിൽക്കുന്ന ഒരു ഷോപ്പ്, ഇതിൻ്റെ ശൃംഖല ഇവിടെ ഉണ്ടാക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഇത് ആളുകളിൽ വിശ്വാസമുണ്ടാവുക, ഇത് നയിക്കുന്ന ആൾക്ക് നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവുക, ഇതിൻ്റെ എല്ലാം ഒരു ഫലമായിട്ടാണ് അങ്ങനെ ഒരു വളർച്ചയ്ക്ക് ഇവിടെ ഒരു വേദി ഒരുങ്ങിയത്. ഇന്ന് നമുക്കറിയാം, ഇന്ത്യയിൽ അറിയപ്പെടുന്ന 5 ജ്വല്ലറി എടുത്തു കഴിഞ്ഞാൽ അതിൽ 3-4 എണ്ണം കേരളത്തിൽ നിന്നുള്ള ബ്രാൻഡുകളാണ്. അതിനെ നയിച്ചത് ശ്രീ ജോയ് ആലൂക്കയാണെന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അദ്ദേഹവും സുഹൃത്തുക്കളും കൂടി കാശ്മീർ ഒരു യാത്ര പോകുന്ന ഒരു ഭാഗം അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, പല ഉത്സാഹികളായിട്ടുള്ള ആൾക്കാർക്കും എന്തെങ്കിലും കാണാനും പഠിക്കുവാനും അത് കണ്ടെത്തുവാനുമായിട്ടുള്ളൊരു ത്വര മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യാത്രയാണ്. ഇവരിങ്ങനെ പോയി വന്ന് തിരിച്ചു വന്ന കഥകളൊക്കെ എൻ്റെ മനസ്സിലൂടെ പോയത്, ഏറ്റവും നല്ല എക്സ്പീരിയൻസും ഏറ്റവും കടുപ്പം കൂടിയ വഴികൾ യാത്ര ചെയ്യാനായിട്ടുള്ള മനസ്സ് അത് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതിൻ്റെ വളരെ വലിയ തെളിവാണ് ആ ഒരു ഭാഗം. അത് തന്നെയാണ് ദുബായ് ബിസിനസ് നോക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ഫാമിലി അദ്ദേഹത്തെ ഏൽപ്പിച്ചപ്പോൾ, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു റാസൽ ഖൈമയിൽ എത്തിയിട്ട് 7 ദിവസമോ മറ്റോ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങി അവിടെ കിടന്നു. അവിടെ നിന്നാണ് ഈ ഓരോ യാത്രകളെക്കുറിച്ചുള്ള ഓരോ ഉദ്യമത്തെക്കുറിച്ചും ചിന്തിക്കുകയും ഓരോ കാര്യങ്ങൾ പഠിക്കുകയും എല്ലാം ചെയ്തത്. വളരെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വളർന്നിട്ടുള്ളതും വളർച്ച വരുന്നതും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോഴാണ്. പൈസ ഇല്ലാതെ വരുമ്പോൾ എല്ലാം വലിയ സ്വപ്നങ്ങളും കയ്യിൽ കുറച്ച് പൈസയും ആയിട്ട് വരുമ്പോൾ നമ്മൾ നല്ല വഴികൾ തേടി ഉള്ള യാത്രയ്ക്കുള്ള തുടക്കം കുറിക്കുക. അതാണ് മനസ്സിന് കരുത്തും ധൈര്യവും നൽകുന്നത്. ആ ഒരു ഭാഗം എന്നെ വല്ലാതെ സ്പർശിച്ച ഒരു ഭാഗമാണ്. രണ്ടാമത്, സാധാരണ വീടുകളിൽ ഉണ്ടാകുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ കുടുംബ സ്വത്തുക്കളെല്ലാം വീതം വയ്ക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ വരുന്ന അതിൻ്റെ ഭാഗമായിട്ട് വന്നുപെടുന്ന ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ കുടുംബ സ്വത്തിനെ എങ്ങനെ അടുത്ത ലെവലിലേക്കും കുടുംബത്തിലെ കുട്ടികൾക്കും എല്ലാം ഗുണകരമായ രീതിയിൽ ആക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു യാത്രയുടെ ഭാഗമാണ് ബ്രാൻഡിങ് ഓഫ് ജോയ് ആലൂക്ക. ആലൂക്ക ഫാമിലിയിൽ ജോയ് ആലൂക്ക എന്നുള്ളൊരു ബ്രാൻഡിങ്ങിന് ഉള്ള ഒരു തുടക്കം കുറിച്ചത് ഈ യാത്രയിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്നായിട്ട് ഞാൻ കാണുന്നു. എന്തുകൊണ്ടെന്നറിയില്ല, ജോയ് ചേട്ടന് ഭാര്യയായി കിട്ടിയ ആളുടെ പേരും ജോളി എന്നാണ്. അപ്പോൾ
ജോയ് ചേട്ടനും ജോളി ചേച്ചിയും കൂടിയിട്ടുള്ള ഒരു യാത്രയ്ക്ക് ഒരു സന്തോഷത്തിൻ്റെ ഒരു ഒരു പ്രകാശം ആ യാത്രയിലുണ്ടായി എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. ജോയ് ചേട്ടനെല്ലാം വലിയ രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. മദ്രാസിലെ ഷോറൂം അദ്ദേഹം ജ്വല്ലറി എന്ന് പറയുന്ന ആ ബിസിനസ്സിൻ്റെ എല്ലാ മാനങ്ങളും എല്ലാ ധാരണകളെയും മാറ്റിമറിച്ചുകൊണ്ട് ഒരു അതിഗംഭീരമായിട്ടുള്ളൊരു ഷോറൂമാക്കി അദ്ദേഹം മാറ്റി. അപ്പോൾ ഇത് തിങ്കിങ് ബിഗ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമായിട്ട് ഞാനിതിനെ കാണുകയാണ്. ബിസിനസ്സിൽ ഈ ബുക്കിൻ്റെ ഏറ്റവും ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു റെഫറൻസ് ബുക്ക് എന്ന് പറയാൻ ഉള്ള കാരണം എല്ലാ സബ്ജക്റ്റിനെക്കുറിച്ചും ബിസിനസ്സിൽ ആഴത്തിൽ പോകേണ്ട എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും വളരെ തുറന്നെഴുതി എന്നുള്ളതാണ്. എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവാണ് വ്യക്തികളെ വലുതാക്കുന്നത്. ജോയ് ചേട്ടൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളായതുകൊണ്ടായിരിക്കാം എല്ലാം വളരെ തുറന്ന് തന്നെ എഴുതിയത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇത് മലയാളത്തിലെന്നും അല്ലെങ്കിൽ കേരളീയർക്കെന്നും അഭിമാനിക്കത്തക്ക രീതിയിലുള്ളൊരു ബുക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം നയിച്ചു വന്ന ഈ വഴികൾ ഇനിയും കൂടുതൽ പ്രകാശപൂരിതമാകട്ടെ, കൂടുതൽ വളരട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.